once again, welcome back to Maths at 360 degree with Sonia. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC എക്സാമുകൾക്കും ബാങ്ക് എക്സാമുകൾക്കും ഒക്കെ വരുന്ന ടൈപ്പ് മാത്സ് പ്രോബ്ലംസ് ആണ്. അതിൽ തന്നെ മാത്തമാറ്റിക്സിൽ തന്നെ പെർസെന്റേജ് കാൽക്കുലേഷൻ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഫോർമാറ്റിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ എന്താണ് എന്നുള്ളത്. Appu, a fruit seller, had some apples. He sells 40% of apples and still has 420 apples. What is the total number of apples he had originally? അപ്പൊ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഒരു ഫ്രൂട്ട് സെല്ലറിന്റെ കയ്യിൽ, അപ്പുവിന്റെ കയ്യിൽ കുറച്ച് ആപ്പിൾസ് ഉണ്ട്. അപ്പൊ ആപ്പിൾസിന്റെ 40% അയാൾ വിറ്റു. വിറ്റിട്ട് ബാക്കി അയാളുടെ കയ്യിൽ എത്രയുണ്ട്? 420 ആപ്പിൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഈ വിൽക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഇയാളുടെ കയ്യിൽ ടോട്ടൽ എത്ര ആപ്പിൾസ് ഉണ്ടായിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ചോദ്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എളുപ്പത്തിൽ ജസ്റ്റ് മൈൻഡ് കാൽക്കുലേഷനിൽ ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പെർസെന്റേജ് കാൽക്കുലേഷന് ബേസ് ആക്കി വെക്കുന്നത് 100 100%. 100 മാർക്ക് 100% എന്ന് പറയുന്നതാണ് ഫുൾ പറയുന്നത് അല്ലെ. അപ്പൊ ആ ഒരു 100%-ല് 40% ഓൾറെഡി വിറ്റു. അപ്പൊ ബാക്കി അയാളുടെ കയ്യിൽ എത്രയുണ്ട്? 420 ആപ്പിൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 60% എന്ത്? 420. ഈ 60 കിട്ടിയത് എങ്ങനെയാ? 100 - 40. 100%-ൽ നിന്ന് 40% വിറ്റു, ബാക്കി 60% അയാളുടെ കയ്യിലുണ്ട്. അപ്പൊ നമുക്കിവിടെ ഒരു വേരിയബിൾ വേണം. മീൻസ് ഈ ഏറ്റവും ആദ്യം അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആപ്പിൾസിന്റെ എണ്ണം എന്തായിട്ട് എടുക്കുകയാണ്? X ആയിട്ട് എടുക്കുകയാണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് apples he had originally, അല്ലെങ്കിൽ he had at first. ആദ്യം അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആപ്പിളിന്റെ എണ്ണം എത്രയാണ്? അത് എന്തായിട്ട് എടുക്കുകയാണ്? X ആയിട്ട് എടുക്കുകയാണ്. അപ്പൊ ഈ ആദ്യം ഉണ്ടായിരുന്ന ആപ്പിളിന്റെ പെർസെന്റേജിലാണ് നമ്മൾ കാൽക്കുലേഷൻ പറയുന്നത് അല്ലെ. മീൻസ് ഈ എക്സിന്റെ 40% അയാൾ വിറ്റത്. ഇനി ബാക്കി എത്രയുണ്ട്? 420 ആപ്പിൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ എക്സിന്റെ തന്നെ 60% എന്ത്? 420. അപ്പൊ നമുക്ക് ഇവിടെ സിമ്പിൾ ആയിട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 60% ഓഫ് എക്സ് ആണ് എന്തെന്ന് പറയുന്നത് 420. ഇനി സിമ്പിൾ കാൽക്കുലേഷൻ, ജസ്റ്റ് മൈൻഡ് കാൽക്കുലേഷൻ ആണെങ്കിലും മതി. അപ്പൊ നമുക്ക് ഈ 60% ഓഫ് എക്സ് എന്താന്ന് പറയണം. ഈ 60% എന്ന് പറഞ്ഞാൽ എന്താ? അത് 60/100 ആണ് അല്ലെ. അപ്പൊ 60% ഓഫ് എക്സ് എന്ന് പറയുന്നത് 60/100 into x, that is equal to 420. ഇനി നമുക്ക് ആൻസർ എന്താ? ഈ എക്സിന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 60x is equal to 42000. അതെങ്ങനെയാ വന്നത്? 42 means 42,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 420 into 100, 420 into 100, that is 42,000. So x is equal to എന്ത് കിട്ടും? 42,000 divided by 60, that is 4,200 divided by 6, that is 642, that is 700 ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ എന്ത് കിട്ടി? 700 കിട്ടി. ദാറ്റ് മീൻസ് അയാളുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന ആപ്പിളിന്റെ എണ്ണം എത്രയാണ്? 700. അപ്പൊ ഇതുപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു പെർസെന്റേജ് കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് പറ്റും. പെർസെന്റേജിന്റെ ഒത്തിരി അധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ, വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ ഒരു സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇങ്ങനെ ഒത്തിരി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സജഷൻസ്, കമന്റ്സ് തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ആരെങ്കിലും ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.